കൊയ്തോ ആ എങ്ങനെയുണ്ട് സാധനം? അടിപൊളി. അല്ല ഇവിടെ ആൾതാമസം ഇല്ലാണ്ടായിട്ട് ഇപ്പൊ എത്ര കാലം അയക്കണ്? അതിപ്പോ അവരെന്താ വെച്ചാ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വൃത്തിയാക്കിട്ട് പോവാ. മോളുടെ അടുത്താ ഇതൊക്കെ കൊടുത്തൊരു 3.5 ഉറുപ്പ്യ നമ്മുടെ പോക്കറ്റിലായിരിക്കും. 3.5? 3.5 ഉറുപ്പ്യ, 3.5 ലക്ഷം. അപ്പൊ ഇപ്പൊ എത്ര പറഞ്ഞേ? ഞാൻ 5. 5? എന്താണ് കൊയ്യ? ആൾതാമസമുള്ള പെര കിട്ടില്ല 5-ന്. ഈ ആൾതാമസമുള്ള പെരക്കൊക്കെ 5 എന്ത് പറയണ? ഈ വേറെ നമുക്കൊരു ലോട്ടറി അടിച്ച എന്താ പറയാ എനിക്ക്? അതെ, ഈ തറല്ലേ, ഈ തറയുടെ ഉള്ളില് മൊത്തം മണലാ, പുഴ മണല്. ഇതിപ്പോ ഈ തറ വിളിച്ചാലേ എത്ര ലോഡ് മണൽ കിട്ടുന്ന ഇപ്പൊ ഈ വിചാരിക്കണത്? ഒരു 10-15 ലോഡൊക്കെ ഉണ്ടാവില്ലേ സ്ക്വയർ ഫീറ്റ്? എന്താ ഒന്നുകൂടെ വാ. എന്താണ് എന്തൊരു മൂപ്പരെ വിളിക്കുന്നത്? ഓൻ 10ാം ക്ലാസ് വരെ പഠിച്ചാ ചിലപ്പോ ഓനറിയണ്ടാവും, ചോദിച്ചു നോക്കാന്ന്. എന്താന്ന് ഒരിക്കലും നഷ്ടം വരൂല. അതെ, നമ്മൾ ഈ പെരാണ്ട് കച്ചവടമൊക്കെയാണ് കോയും കൂടെ. അപ്പൊ നമുക്ക് ചെറിയൊരു സംശയം. എന്ത് നല്ല വീടല്ലേ, കുഴപ്പമില്ല, വിളിച്ചെടുക്കാലോ സാധനല്ലോ. അല്ല ഇത് ഈ തറയില്ലേ, ഈ തറയുടെ അടിയിൽ മണലാന്നാ കേൾക്കണത്. അപ്പൊ ആ മണല് ഇപ്പോ എത്ര മണലുണ്ടാവും? ഇതിന്റെ എത്ര ലോഡ് മണൽ കിട്ടും അറിയോ ഇപ്പൊ ഇതിന്റെ ഇത്? അതെ, ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര അളന്നിട്ടുണ്ട്? ഇതിപ്പോ 1204 സ്ക്വയർ ഫീറ്റ്. 1204. ഇതിന്റെ തറ എത്ര വരെ ഉണ്ടാവും? ഇത് തറല്ലേ, തറ 2 അടി ഉണ്ടാവും. 2 അടി ഉണ്ടാവും. 2 അടി കറക്റ്റ് തന്നെ. അപ്പൊ അതിന്റെ ഒപ്പം ഗുണിക്കണത് അപ്പൊ 1204 സ്ക്വയർ ഫീറ്റിന്റെ കൂടെ 2 അടി ഗുണിക്കുമ്പോ 2408 ക്യൂബിക് അടി മണ്ണുണ്ടാവും അതില്. എങ്ങനെ കറക്റ്റ് കണക്കന്നെ? കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാ. ഇത് എങ്ങനെയാണ് ഇത്ര വലിയ കണക്കൊക്കെ ഇങ്ങനെ നിഷ്പ്രയാസം പറയണേ? അത് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അത് കണക്കിന്റെ അടിത്തറ തന്നത് ഹൈസ്കൂൾ സൂതമാഷാണ്. അത് ശരി, മാഷ് വലിയ സംഭവമാ. ഞാൻ ഈ 7ാം ക്ലാസ് വരെ ഒരു കണക്കിന്റെ ടീച്ചർ ഉണ്ടായത്. അപ്പൊ മാടെ UP സ്കൂളാണ്. ഞാൻ കണക്കിന് ABCD അറിയില്ല, കൂട്ടാനും കുടിക്കാനും ഒന്നും അറിയില്ല. പേടിച്ച് വിറപ്പിച്ച് ടീച്ചർ വന്നിട്ട് വിറപ്പിക്കല. സംശയം ചോദിക്കാനും പറ്റില്ല, ഒന്നും പറഞ്ഞുതരാം. പഠിക്കുന്ന കുറച്ച് കുട്ടിയുണ്ട്, അതുവരെ പൊതുവെ പഠിക്കും. നമുക്ക് അങ്ങനെ അത്ര വലിയ അതന്നെ എന്റെ സ്ഥിതി. അതന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഹൈസ്കൂളിൽ പോണ്ട, ഞാൻ 7 വരെ പഠിക്കുന്നില്ല പറഞ്ഞു അമ്മയോട്. അല്ല പഠിക്കണം, 8 വരെ പഠിക്കും പറഞ്ഞു. അങ്ങനെ പോയി. അപ്പൊ സയൻസ് വന്നു, സാമൂഹ്യം വന്നു, അറ്റെല്ലാം പറഞ്ഞു. കണക്കിന്റെ ഭാഷ വരുന്നത്. ഒരാള് സൂതം മാഷ് എന്നാ പറഞ്ഞ്, സൂതം മാഷ് നമ്മളെ മുണ്ടാണ്ട് പേടിച്ച് പറിച്ച്. നമ്മക്ക് ഈ ഓർമ്മയുണ്ടല്ല. അതെ, വന്നിട്ട് കണക്ക് തുടങ്ങുമ്പോ കണക്ക് തുടങ്ങുന്നില്ല, എന്തൊക്കെയോ തമാശ എല്ലാം പറഞ്ഞ കൗതുകത്തിലൂടെ കണക്ക് അങ്ങനെ പറഞ്ഞത്. ഈ കണക്ക് പറഞ്ഞത് പോലെ നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ വന്നുപോയി. പിന്നെ സുഗതമാഷ കാത്തിരിക്കും. മറ്റുള്ള സിലബസ് ഒന്നും അത്ര വലിയ വിഷയാക്കൂല. നമ്മളൊക്കെ സത്യശീല മാസം പഠിപ്പിച്ചു. ആലോചിക്കാൻ വയ്യ, ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ സുഗതമാസ ക്ലാസ് കുത്തിരുന്ന നമുക്കും അത്യാവശ്യം വിവരം വന്നിട്ടോ. ശരി തന്നെ, എനിക്ക് ആ ഭാഗ്യം കിട്ടിയെന്ന്. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, എത്ര ക്യൂബിക് പറഞ്ഞ്? 2408 ക്യൂബിക് അടി മണ്ണുണ്ടാവും. അത് നമുക്ക് എത്ര ലോഡ് മണ്ണുണ്ടാവും? ഒരു വണ്ടിയുടെ അളവുണ്ടല്ലോ, പല വണ്ടി. ആ വണ്ടീന്റെ നീളവും വീതിയും വിളിക്കണ വണ്ടി ഏതാന്ന് ഇപ്പൊ മൂപ്പർക്ക് അറിയില്ലല്ലോ. തകർത്തിട്ട് എന്തായാലും ചായ മേടിച്ചിരുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതിന്റെ ഒരു കണക്ക് കിട്ടിയിട്ടാണ് ഇതിനൊരു വില ഇടാൻ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി, ഞാൻ വളപ്പിൽ പണിയെടുക്കുന്നത്, പണിക്കാറുണ്ട്. ചായ കൊടുക്കേണ്ട സമയം, അന്നേരം വിളിച്ചത്. ബുദ്ധിയാട്ടോന്. അല്ല, അതെ മാസന്മാരുടെ ഗുണാടോ. നമ്മളൊക്കെ പഠിത്തം നിർത്താൻ കാരണം കണക്കാണ്. ശരി തന്നെ. എനിക്കിപ്പോ തോന്നണതേ, ഞമ്മക്ക് ഈ കണക്കറിയാത്തോണ്ടാണ് അന്റെ പല കണക്കൂട്ടിലും തെറ്റിപ്പോണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നഷ്ടം വരുന്ന കാര്യം ഇപ്പൊ നിങ്ങള് പറഞ്ഞേ. അത് ചില കച്ചവടത്തിന് നഷ്ടം വരും, ചിലതിന് ലാഭം ഉണ്ടാവും. അങ്ങനെയല്ലേ ഇപ്പൊ? നിങ്ങൾക്ക് അറിയോ കണക്ക്? ഞമ്മളെ കാര്യ പറയണേ. അപ്പൊ ഞാൻ അത് പറയണ്ട, നമുക്ക് രണ്ടു കൂട്ടർക്കും കണക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. അല്ല, ഇതൊന്ന് വിളിക്കാം, ദയാവുന്നവരായിട്ട് സംസാരിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് പോവല്ലേ? പോവാ. കൊറേ നേരം കണ്ണെടുത്ത് പത്രത്തിട്ടിട്ട് അതിൽ കിടന്ന് നിരങ്ങുന്നു. കഴിഞ്ഞോ? എന്താ വായിച്ചു കഴിഞ്ഞോ? എന്തേന്ന് എനിക്കൊന്ന് വായിക്കണം. 9 രൂപ എടുത്തൊരു പത്രം മേടിക്കാൻ തനിക്ക് ഗതിയില്ലാത്തോണ്ടൊന്നല്ലോ ആണാ? 9 രൂപ?
പിന്നെന്താ ഫ്രീ ആയിട്ട് കിട്ടുകയാണോ പത്രം? നീ രാവിലെ വരുന്നില്ല മന്മത, രാവിലെ വായിക്കുന്നില്ലേ? എടാ ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്ന പത്രം എപ്പോ വായിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. താൻ എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ലേ കേട്ടോ. 9 രൂപയല്ലേ മന്മത? 9 രൂപ അതുപോലെ ഒരു മാസത്തേക്ക് എത്രയായി ഒന്ന് കൂട്ടി? എത്രയായി കൂട്ട്? 270 ഉറുപ്പിയായി. ആ 270 റുപ്യായി. എന്നാ ഒരു കൊല്ലത്തേക്ക് എത്രയായി ഒന്ന് കൂട്ടിയേ? കൂട്ടിയാ അങ്ങോട്ട് കൂട്ട നീ കൂട്ട. ഞാൻ കൂട്ടും അങ്ങോട്ട്. എത്ര കൂട്ട്? ഒരു വർഷത്തേക്ക് എത്ര കൂട്ടി പറഞ്ഞേ പറയും. 3255 ഉറുപ്പ്യ. എത്ര? 3255. താൻ ഇനി പത്രം ഉണ്ടാക്കണ്ട. തനിക്കിനി ഇവിടെ വന്ന് പത്രം വായിക്കണമെന്നുണ്ടെങ്കിൽ 9 രൂപയാണ് ഒരു പത്രത്തിന്റെ ഒരു ദിവസത്തെ വില. അതിന്റെ പകുതി പൈസ എത്രയാന്ന് വെച്ചാൽ അത് തന്നിട്ടാണെങ്കിൽ താൻ ഇവിടെ ഒന്ന് വായിച്ചാൽ. അത് എത്ര പറയടാ? എത്ര പറയ്. മന്മത, ഇന്ത്യ എത്ര റൺസിന് ജയിച്ചു ഒന്ന് പറഞ്ഞെന്ന്. ഞാൻ എടുത്ത് തലയിലെറിഞ്ഞു വരും. ഇല്ലടാ, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നു വീട്ടിലേക്ക്. ഇന്നിപ്പോ 4 മണിക്ക് ചായക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. 2-3 സാധനം വാങ്ങാനായിട്ട്. ചേട്ടാ, ഒരു പുളി സോപ്പ് വേണം. വേറെ എന്തെങ്കിലും വേണോ? ഒരു എലൈറ്റിന്റെ റസ്ക് വേണം. പിന്നെ ഒരു പായസം മിക്സ് എടുത്തോ. പായസം മിക്സ്. അടയാണോ പാലടയാണോ? അതെ, ആയിരിക്കുന്ന പാലട അല്ലേ അത് മതി. ശരി, പായസം എന്തെങ്കിലും വേണോ? വേണ്ട വേറൊന്നും വേണ്ട. നാളെ മോളുടെ പിറന്നാളാ. 160. എടാ, ഒരു മിനിറ്റ് കേട്ടോ. കൂടുവാണോ? ഒരു മിനിറ്റ് ചേട്ടാ. ചേട്ടാ, കണക്ക് തെറ്റിയോ? ഇത് 125 രൂപയുള്ളൂ. അങ്ങനെ ശരിയാവും. ഞാൻ കണക്ക് കൂട്ടിട്ടാണല്ലോ പറഞ്ഞത്. 160 അതിന്റെ വില എല്ലാം കൂടെ. അല്ല ഏട്ടാ, ചേട്ടനൊന്ന് കൂട്ടി നോക്കിയത് 100. കൊച്ചിന് കണക്ക് തെറ്റിയതായിരിക്കും. കണക്ക് കൂട്ടി നോക്കും നല്ലപോലെ. ചേട്ടാ, ഞാൻ കണക്ക് ഞാനിവിടെ എന്നും കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളല്ലേ. എനിക്ക് അങ്ങനെ തെറ്റോ? ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം. അതെ, ഈ ഫോണിൽ ചെവിക്കല പറഞ്ഞാൽ കണക്കെല്ലാം തെറ്റും. അത് ശ്രദ്ധിച്ചു കൂട്ടങ്ങോട്ട്. ചേട്ടാ, ഞാൻ കണക്ക് കൂട്ടിയിട്ടാ പറഞ്ഞത്. ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന വിലയാ പറഞ്ഞേ. നോക്കിയിട്ട് പറ. വില പ്രകാരമാണ് ഞാൻ പറയാ. ഇത് അടിച്ചിക്കണ വില എടുക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ചേട്ടാ, ഇതൊന്ന് കൂട്ടി നോക്കുന്നത്. ഇതിന്റെ അകത്ത് എഴുതിയിരിക്കുന്ന വിലയൊന്ന് നോക്കിക്കോ. കൂട്ടി നോക്ക്. ചേട്ടൻ കൂട്ടി നോക്ക്. അപ്പൊ പറയാ. എല്ലാം കൂടെ 125 രൂപയുള്ളൂ. ചേട്ടൻ എപ്പോഴും കൂടുതലാ പറയുന്നത്. എന്തെങ്കിലും തോന്നിയ ദിവസം പറയല്ലേ. ഞാൻ എപ്പോ കൂടുതൽ പറഞ്ഞെന്ന്. കറക്റ്റാണ്. ഞാൻ അതിലെ പറഞ്ഞ കറക്റ്റാണെന്ന്. അല്ല, നിനക്കതെറ്റ. ഈ കുട്ടി പറഞ്ഞ കറക്റ്റാ. കുട്ടി പറഞ്ഞ കറക്റ്റാ. എപ്പോഴും അതെ. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വില കുറവായിരിക്കും. ചേട്ടൻ കൂടുതൽ മേടിക്കും. കൊച്ച പരിപാടി ഞാൻ വർത്താനം പറയല്ലേ. എന്തിനാ നിന്റെ കൂടുതൽ പൈസ മേടിച്ചിട്ട് എനിക്ക് കോടീശ്വരനാവനാ? അല്ല, അങ്ങനത്തെ സ്വഭാവം എനിക്കില്ല. ഒരു കാര്യം നീ എനിക്ക് പൈസ തരണ്ട. എനിക്ക് അല്ലേലും വേണ്ട. പൈസ തരണ്ട. സാധനവും തരണില്ല. നീ വേറെ എവിടെയും പോയി ചുമ്മാ രാഘവ. എന്ത് മനുഷ്യൻ, എന്ത് സംസ്കാരം ഇല്ലാത്ത. നീ സംസാരം പഠിപ്പിക്കണ്ട. എങ്ങനെ മുതലാവാനോ? ഇങ്ങനെയാണെങ്കിൽ വേണ്ട, എനിക്ക് കോടീശ്വരനായിട്ട് കുറച്ച് കോടി നിന്റെ വീട്ടിൽ എത്തിച്ചേരാടി. ചൂല കുറച്ചുകൂടി സംസ്കാരത്തിലോട് പെരുമാറണ്ടേ? ഏകോത്താന്റെ സംസ്കാരം പഠിപ്പിക്കല്ലേ കേട്ടാ. ഇങ്ങനെയുള്ള മൂതവികളെടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കണം. പിന്നല്ലാണ്ട് ഫോണിൽ ചെവിയിൽ വെച്ചിടുന്നുള്ള സാധനം പറഞ്ഞാൽ മനുഷ്യന് ഇതാവോ? ശ്രദ്ധിക്കണത്. നിന്നെ ആരെ കണക്ക് പഠിപ്പിച്ചു നീ? അതാണ് പ്രശ്നം. എന്നെ പഠിപ്പിച്ച ഒരു സത്യശീലൻ മാഷ്. ഇങ്ങനെയാണോ കുറെ എണ്ണമുണ്ട്. കഷ്ടം. എവിടെയൊക്കെ സൈക്കിളൊക്കെ കെട്ടിയന്മാരെയൊക്കെ പറഞ്ഞാൽ മതിയല്ല. വേറെ ഒരു പണിയില്ല. മറ്റേ ഫോണിൽ ചെവിയിൽ വെച്ചിട്ടൊരു സാധനം വാങ്ങിക്കാൻ വന്നാൽ പിന്നെ എങ്ങനെയാണ് കണക്കറിയണത്? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് ബാക്കിയുള്ളവരുടെ മണ്ടയ്ക്ക് കയറണം. ഇല്ലേ നിന്നെ രാവിലെ കടവരാത്തിൽ വന്നാൽ തന്നെ കേടാണെന്നേ. കണ്ട കട തിറങ്ങി പത്രം വായിക്കും. 9 രൂപ പത്രം വായിക്കാന്ന് വൃത്തിയില്ലാത്തോണ്ടാ ഇറങ്ങിക്കണേ. അയ്യോ, നീ അടുത്ത കടയിൽ പോയേക്കാണ് പത്രം ഓസിന് നക്കാൻ. കേരളം കേട്ട കുറെ എണ്ണം ഈ നാട്ടിലുണ്ട്. ഇതുങ്ങളൊക്കെ പോയാലേ ഈ നാട് നന്നാവൂ. അതെ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു. വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് അവരുടെ രജിസ്റ്ററിന് എനിക്ക് സാക്ഷി നിൽക്കേണ്ടി വന്നു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ
നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവരങ്ങോട്ട് സ്വീകരിക്കുക. രണ്ട് വീട്ടുകാരോട് എനിക്കതാ പറയാം. ഇത്രേ വേണ്ടുള്ളൂ. നമ്മുടെ വാർഡ് മെമ്പറാണ് മന്മഥൻ. ഓന്റെ അഭിപ്രായമാണ് ഇപ്പൊ പറഞ്ഞത്. എന്താ എന്റെ അഭിപ്രായം? എനിക്ക് എന്റെ കുട്ടികളെയും വേണം, എനിക്ക് നിങ്ങളെയും വേണം. നിങ്ങളെന്താന്ന് വെച്ചാ മോളെ. എന്നാലേ ഇതാണ് ഇപ്പൊ ഓന്റെ അഭിപ്രായം. എനിക്ക് വേറെ അഭിപ്രായം ഉണ്ട്. അതെന്താ വെച്ചാലേ ചെറുപ്പം മുതല് ഈ പ്രായം വരെ വളർത്തി ഉണ്ടാക്കിയത് ഞങ്ങളാ. അതിനിവിടെ ഒരു മെമ്പർമാരും ഉണ്ടായില്ല, നാട്ടുകാരും ഉണ്ടായില്ല. കാരണം മക്കളെ നോക്കേണ്ട മാതാപിതാക്കളാണല്ലോ. അപ്പൊ അത് വേണ്ടോളം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവള് പറയട്ടെ. അപ്പൊ ആ ഒരു സ്നേഹവും അവരോട് കാണിക്കേണ്ട ഒരു ബഹുമാനമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഇവിടെ അഭയം കൊടുക്കണ വെച്ചാ അതിനുള്ള സ്ഥലമല്ല. ഇത് സത്രല്ല, എന്റെ വീടാ. പുതിയ കുട്ടികളല്ലേ, ഓരിഷ്ടല്ലേ, അതുകൊണ്ട് നടത്തി കൊടുക്കോ. ഏടോ ചെറുപ്പത്തിൽ ഞാനും പുതിയ കുട്ടിയായിരുന്നു. എന്റെ വാപ്പാക്കുമാക്കും ഈ ജാതി പണിയൊന്നും ഞങ്ങള് കാട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇതെന്താ പോകണേ? എന്താ റോട്ടിൽ നിന്ന് പോകണേ? മാന്യമര്യാദ കച്ചപ്പെടുന്ന് ഞാൻ കെട്ടിച്ചു കൊടുക്കലേ വാപ്പേ. ഞാൻ എന്റെ വാപ്പ വെച്ചാ ഈ വേട്ടാവളി എന്റെ മോനെ എനിക്ക് കിട്ടുള്ള കേട്ടാന്. കുട്ടികളെ വളർത്തച്ച മാനായിട്ട് വളർത്തണ ജാതി വർത്തനം പറഞ്ഞു എന്നിട്ട് കൊത്താശക്ക് വന്നേ. വേണ്ട വല്ലാണ്ട് വർത്തമാനത്തിലേക്ക് പോകണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ ഇങ്ങനെ കുട്ടികൾ വന്ന് നിൽക്കണം. ഈ നടു റോട്ടിലല്ലോ ഒരു നിൽക്കണം. അപ്പൊ അവര് രണ്ട് വീട്ടുകാരും അങ്ങോട്ട് കയറ്റില്ലാന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യണം? അത് ഞങ്ങൾക്കറിയില്ല. ഞാൻ എന്റെ വാക്കനുസരിച്ച് ജീവിക്കണവർക്ക് ജീവിക്കാനുള്ള വീടാണ്. അല്ലാണ്ട് തോന്നിയാസം കാട്ടുന്നവർക്ക് കയറി. ഒരു കാര്യം മനസ്സിലായി, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അവിടെ വളർത്തി ഉണ്ടാക്കിയ ജനാധിപത്യം അല്ല, ഞാനും ഇപ്പോഴും കൂടിയിട്ടാ. അതെ, നിങ്ങൾ ഒരുപാട് സംസാരിക്കണ്ട. നിങ്ങൾക്ക് സംസാരിപ്പിക്കണ്ട. അതെ, നിങ്ങൾക്ക് അവര് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞാൽ മതി. പറ്റൂല. ശരി, അത് വിട്, നിങ്ങൾ ആ വിഷയം വിട്. അതെ, ഞാൻ കാര്യം നിങ്ങളുടെ മോനാണ്. ഈ പൊങ്കച്ചന് അവന് ഇഷ്ടപ്പെട്ട് വിളിച്ചോണ്ട് വന്നു. ഇനിയിപ്പോ അവര് സന്തോഷമായിട്ട് ജീവിക്കണം. നിങ്ങൾക്ക് ഇവിടെ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ? അത് എന്റെ മതത്തിലുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് വിളക്കും മാലയും താലും കൊടുത്ത് ഞാൻ സ്വീകരിക്കാം. ഇതാണ് കളി. അന്തസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ എനിക്ക് എത്ര സ്ത്രീധനം കിട്ടിയിരുന്നു, എത്ര സ്വർണം പണ്ടും കിട്ടിയിരുന്നു. അതൊക്കെ ദിവാരേട്ടാ, എന്തായാലും ഓൻ ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനെ കൊണ്ടുവന്നില്ലേ? ഒറ്റ മോനല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. വിളിച്ചു വരുത്തി. അതല്ല, ഈ പൊന്നും പണമൊക്കെ കൊടുത്ത് കെട്ടിക്കണ അവസാനം ഒരു മാസം കഴിയുമ്പോൾ ഡൈവേഴ്സ് ആവുകയാണ്. നിങ്ങൾ കുറെ കാലം ലോന്റെ സയാമന്റെ മാതിരി ഒട്ടി നിൽക്കണം. നിന്റെ മോന്റെ കാര്യം എനിക്കറിയാം. കൊച്ചാന്ന് പറയരുത്. നിങ്ങൾ രണ്ടാളും സ്വീകരിച്ചില്ല എന്ന് വെച്ചിട്ട് അവര് പെരുവഴിയിലായി പോകുന്ന ആരും വിചാരിക്കണ്ട. ഞങ്ങൾ മനുഷ്യ സ്ത്രീകൾ കുറച്ചുപേരുണ്ട്. ഞങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. എന്ത് വീട്ടുകാരാണ്? മാന്യമായിട്ട് പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ മനസ്സിലായിട്ട് വെച്ചിട്ടാണ് ഇത്ര നേരം മര്യാദക്ക് സംസാരിച്ചത്. അതിന് വിവരവും വിവേകവും വേണ്ടേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം ഒരു എന്റെ പെരയിലേക്ക് വരട്ടെ. എന്റെ ചായ് പോയി അടക്കല്ലേ, ഞാൻ ആ വാടക കൊടുക്കണേ, അടക്കട്ടെ. അല്ലാണ്ട് പെരുവയിൽ ഇപ്പൊ നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ വരെ. അങ്ങോട്ട് പോവാ. എന്താ പിന്നെ അങ്ങനെ ചെയ്യാം. വരും, ബാക്കി നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാം. എങ്ങോട്ടാക്കി നോക്കിക്കണേ? അയാൾ ഇങ്ങോട്ട് വരുമൊന്നുമില്ല. അയാൾ പറഞ്ഞു പോരി, കേട്ടില്ലേ? അങ്ങോട്ട് പോരും കാര്യ. അല്ലാണ്ട് വേറെ വഴിയുണ്ട്. ഇച്ചോണ എന്തായാലും എനിക്ക് എളുപ്പമായിരുന്നു. എനിക്ക് അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. എന്തായാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. എന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ, ഞാൻ അച്ഛനൊന്ന് വിളിക്കട്ടെ. ശരി. ഹലോ. ഇപ്രാവശ്യം ഓക്കെ ആയിരുന്നു കേട്ടോ. അതെയാ, നന്നായി എഴുതാൻ പറ്റിയോ?
1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, എഴുതിണ്ട് അത് കിട്ടും. അത് അപ്പൊ റാങ്ക് ലിസ്റ്റിലൊക്കെ വേഗം വരും അല്ലേ? എന്നാ ഞാനൊരു കാര്യം ചെയ്യട്ടെ, മന്മഥൻ കൊണ്ടുവന്ന കേസ് ഉണ്ടല്ലോ, അപ്പൊ അതൊന്നും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി കാണാവുന്ന രീതിയിലുള്ള. അതെ, ആയിക്കോട്ടെ. എന്തായാലും ജോലിയൊക്കെ ഒരു 6 മാസത്തിന്റെ ഉള്ളിൽ ജോലി കിട്ടില്ല, അപ്പോഴേക്കന്നെ കല്യാണവും നടക്കുള്ളൂ. ആയിക്കോട്ടെ, ഇത് ഉറപ്പാണ് നമുക്ക്. ആയിക്കോട്ടെ. ശരി. ഓ ഈശ്വരാ, ദൈവം കാത്തു. എവിടെയാ കടന്നു പോയേ? എവിടെയാ കടന്നു പോയെന്ന്? ഞാൻ PSC പരീക്ഷയ്ക്ക് അമ്മാമ്മ കൊണ്ടാച്ചി കാടും തൊള്ളയിലേക്ക് തള്ളി തരുവാൻ വേണ്ടിട്ട് എനിക്ക് ഇങ്ങോട്ട് എത്ര കാലം ഞാൻ പറഞ്ഞു ഇവിടുത്തെ പുരപ്പണി എടുത്ത് ജീവിച്ചാൽ വൈകുന്നുള്ളത്. അല്ല, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാണ്? ഞാൻ പരീക്ഷ എഴുതി ഒരു ജോലി കിട്ടണ നല്ല കാര്യല്ലേ? എല്ലടോ, ഞാൻ എന്റെ എല്ല് മുറിഞ്ഞ് പണിയെടുത്തിട്ട് എനിക്ക് തിന്നും അങ്ങോട്ട് തരുന്നില്ലേ? എന്റെ ടൗസറിന്റെ നാട പോലെ അല്ലേ ഇനി കല്യാണം കഴിക്കുമ്പോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ കണക്ക് പറച്ചിൽ കേൾക്കാൻ പറ്റാത്തോണ്ടാണ് എന്തെങ്കിലും ജോലിക്ക് ഞാൻ ട്രൈ ചെയ്യണത്. എല്ലടി, എനിക്ക് ഈ കല്യാണം കഴിക്കുമ്പോ എന്നോട് പറഞ്ഞേ പച്ചവെള്ളം കുടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് എപ്പോഴും ജീവിക്കാന്ന്. ഇപ്പൊ എനിക്ക് കിടന്നാല് പുതിയ ജോലി മാടോന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ അല്ലായിരുന്നല്ലേ സ്വഭാവം? തേനെ പാലെന്ന് പറഞ്ഞ ഉച്ചയോട് മടക്കില്ലായിരുന്നോ? ആദ്യം ഉച്ചക്കല് ഞാൻ ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇനി എല്ലാം കടന്നു പോയിട്ട് ഇതിന്റെ പൂപ്പൽ നീ കണ്ടോ? എനിക്കൊരു നീളമുള്ള ചൂലെടുത്തിട്ട് നിന്ന് ഭാര്യ വലിച്ച് അടിച്ചാൽ ഇനി ഞാൻ അതിന്റെ മണ്ടയ്ക്ക് കൂടെ കയറാം. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്യണേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ആണായി നിൽക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ ജോലിക്ക് പോകണ്ട, നാട്ടിക്കുന്ന എന്നെ കൊണ്ട് നാട്ടുകാർ കൊണ്ട് ഞാൻ പോകുന്ന പറഞ്ഞാൽ പോകും. എനിക്ക് ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെടാം. ഇനി എന്റെ സ്വഭാവം അറിയാം, എനിക്ക് എന്നെ തിരിഞ്ഞില്ലേ മരിയ കേട്ടിനാ? അതെന്നെ നിങ്ങളുടെ കുഴപ്പം. നിങ്ങൾക്ക് ഒരു കുന്തോ തിരിഞ്ഞിട്ടില്ല. എന്തെന്നാ എനിക്ക് ഇങ്ങോട്ട് ഞാൻ പറയാൻ പോലെ കേൾക്കുന്നില്ലെങ്കിൽ ഇനി പോയിക്കൊള്ള കടന്ന് പോയിക്കൊള്ളു ഞാൻ ഇന്റെ അടുത്തേക്ക്. അതെ, ഞാൻ പോവന്നെയാ. പോവാത്തോളൂ. ഇനി ഉളുപ്പില്ലാണ്ട് തിന്ന് കൂത്തിണ്ടി ബാക്കിയുള്ള എല്ലാം ഇവിടുന്ന് ഇങ്ങനെ ഓയിലും കാര്യം മേക്കപ്പ്. എവിടെയാ പോന്നെ നീ? ഇങ്ങോട്ടാ ചോദിച്ചു എവിടെയാ പോന്നെ നീ? ഇപ്പൊ പറഞ്ഞ കേട്ടില്ല, ഞാൻ എന്റെ വീട്ടിൽ പോവാ. അത് ശരി, ഇനി ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ കാലിന്റെ മുട്ടിയാണ് അടിച്ചടിക്കളിയാ. ആര് വന്ന് ഈ നരകത്തിലോട്ട്? ആര് വരണേ നിങ്ങളുടെ കൂടെ കിടക്കാൻ വേണ്ടിട്ട്? അത് ശരി, ഇത്ര നാളെ നിന്നിട്ട് എനിക്ക് എന്തെന്നാ ഉണ്ടായിവിടെ? എനിക്ക് സ്വൈര്യമാണ് വേണ്ടത്. ഒരു മനുഷ്യനെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. മനസ്സമാധാനം എനക്കും വേണ്ടി ഞാൻ ഇനി ഏൽപ്പിക്കുന്ന പണി ചെയ്ത് പോവല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്കെല്ലാം കടക്കട്ടെ അങ്ങേക്ക്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. നല്ല 1-ാം തരം ജോലി കിട്ടാനുള്ള പരീക്ഷ എഴുതിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ PSCയുടെ റിസൾട്ട് വരുമ്പോഴേ എനിക്ക് നല്ല അന്തസ്സുള്ള ജോലി കിട്ടും. ഒലക്ക കിട്ടും, ഒലക്ക. ഒലക്ക കിട്ടും. ശമ്പളം കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്ക് തേനെ പാലെന്ന് പറഞ്ഞ അങ്ങോട്ട് വരരുത്. അല്ലാണ്ട ഇന്റെ ജോലി കിട്ടി ഞാൻ നിന്റെ ശമ്പളത്തിന് കടക്കം വരുന്നത് ഉളുപ്പില്ലാതെ. നിങ്ങളിപ്പൊ ഇവിടെ ഈ കൊരങ്ങനെ പല്ലിങ്ങനെ കുത്തിയിരിക്കണില്ലേ? അങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ പല മരത്തിന്റെ മുകളിലും കൊരങ്ങനെ പോലെ എഴുന്നിട്ടാ കള്ളത്തി എങ്ങി തിന്ന് ഉളുപ്പില്ലാണ്ട്. അങ്ങനെ തന്നെ എനിക്കിപ്പം ഞാൻ കൊരങ്ങനായില്ലേ? ഇന്റെ ശമ്പളത്തിൽ ഞാൻ കടക്ക് തോലി വരും. ഇങ്ങനെ പോലത്തെ ആണുങ്ങൾ നശിച്ചു പോയല്ലോ ഇവിടെ. ഒരു കുയിപ്പിനെ കൊണ്ട് ഇടങ്ങാറായി പുലി മാണ്ട. അല്ല മോനെ, ഈ എന്ത് പണിയാ ചെയ്തത്? എന്നെ പഠിപ്പിച്ചതിന്റെ 6 മാസം ഫീസ് ചെയ്ത് തരാണ്ടല്ലോ. ഈ പഠിച്ച് പാസ്സാവാത്ത എന്റെ കുറ്റാണ്. എനിക്ക് നല്ലൊരു തലയില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഈ ഒരു കാര്യം ചെയ്യേ, എന്റെ തൊണ്ട വറ്റിച്ച് വരണ്ടിട്ട് എന്നെ പഠിപ്പിച്ചതാ. ഈ ഓവർ ഡയലോഗൊന്നും വേണ്ട. ആ പൈസ വേഗം കൊണ്ട് അടുത്താള്. ശരി. മോനെ, എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? മാഷങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ക്വസ്റ്റ്യൻ പേപ്പറിലില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ പഠിപ്പിച്ച ഒറ്റൊന്നും വന്നില്ല. ഒറ്റൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടിനോ? ഇല്ല. എന്താ പ്രാവല്ലത്? അതെ, ക്വസ്റ്റ്യൻ പേപ്പർ. അത് സമയം പോണ്ടേ? അവിടെ ഇരുന്ന് ഭ്രാന്തായി. സമയം പോവാൻ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് പ്രാവ് ഉണ്ടാക്കല. അങ്ങനെ വരാൻ ഇതിപ്പോ എന്താ സംഭവം? എന്താ അതൊക്കെ ചോദിക്കാം. കംപ്ലീറ്റ് ഗൈഡ് നോക്കി പകർത്തിയതല്ലത്. മറ്റോമാരെ ഇറക്കിയ ഗൈഡില്ലേ, PSC കോപ്പി അടിച്ചാണ് മൊത്തം ക്വസ്റ്റ്യൻ. പിന്നെ അല്ലാണ്ട് വേറെ എങ്ങനെ വരാനുള്ള ഒരു സാധ്യതയില്ല. എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഗ്രൂപ്പായിട്ട് ചെയ്തിട്ട് ഈ മറ്റേ പ്രൊഫൈലിൽ കയറിയിട്ട് കംപ്ലൈന്റ് ചെയ്യാം. നിങ്ങൾ എല്ലാരും വിളിച്ചോ? നിങ്ങൾ ടീം അടക്കം പോയിട്ട് പ്രൊഫൈലിൽ കയറി കംപ്ലൈന്റ് ചെയ്യും. ഞങ്ങളെ ബാച്ച് മൊത്തം ചെല്ലി. അല്ലാണ്ട് എന്റെ അടുത്ത് കംപ്ലൈന്റ് ഇല്ല. ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ അത്രയും ശ്രദ്ധയോടെ പഠിപ്പിച്ചിട്ട് ഞാൻ ഇന്നേ വരെ നിന്നിട്ടു. അല്ലാണ്ട് ഇമാര് ഒരു പരിപാടിക്ക് നിൽക്കല്ലേ. എനക്കെന്നെ കൃത്യമായിട്ട് അറിയില്ലേ? ഏതായാലും പോയത് പോയല്ല അങ്കൾ. ഞാൻ പറയണ മാതിരി പ്രൊഫൈലിൽ കയറി.
നമുക്ക് പൈസ അടച്ചിനാ കഴിഞ്ഞ മാസം? അത് അടയ്ക്കാം. അടയ്ക്കാന്നറിയാ തന്നെയാണ് ഇപ്പൊ ഓരോന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവണം. അടയ്ക്കാന്ന് ഇങ്ങനെ അടയ്ക്കാം. മാസം അടയ്ക്കുക എവിടെ അടവ്? എല്ലാരും കടം പറഞ്ഞ് പോവലില്ല. പേരിന് മാസും വരില്ല. സത്യ നേന്ത്രപ്പഴം എന്താവില്ല? നേന്ത്രപ്പഴം 65 റുപ്യ എടുക്കണോ? കഴിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ നെഞ്ചരിച്ചല്ലേ. എന്തായാലും ചെയ്യാം. ഗ്യാസാണ്, ഭയങ്കര ഗ്യാസ്. മേപ്പിട്ടും കിഴപ്പിട്ടും പോടില്ല, ഇനി ഇങ്ങനെ വീർത്ത് വരും. ഉണ്ടോ ഫോണില്ലേ? കൊണ്ടോക്കോന്ന് വരുവേ. വേണ്ട വേണ്ട പ്രസാദേ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണേ. ഉപേക്ഷ വിചാരിക്കരുത് കേട്ടാ. ആ ശരി ശരി. ഓ എന്തൊറ്റി? 2-3 ദിവസമായിട്ട് തുടങ്ങിയതാണ് തോളിന്റെ വേദന. തോള് വേദന? ആ ഡോക്ടറെ പോയി കണ്ടു. ഷുഗറാ. ഇവിടെ തരിപ്പ് പോലൊരു വേദന. തരിപ്പ് ഇവിടെ തരിപ്പ് മാത്രമല്ല, മൂത്രമൊഴിക്കലും പിന്നെ ഉറക്കമല്ല, തലയ്ക്ക് വരിപ്പ്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം പോയില്ലേ? ഷുഗറാ എനിക്കുണ്ട്. ഷുഗറാണ്. ഷുഗറാ? ഒന്നാമത് നമുക്കൊന്നും ഒരു അസുഖമില്ല, ആദ്യം അത് മനസ്സിലാക്ക്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവരങ്ങോട്ട് എഴുതും മരുന്നിന്, എന്നിട്ട് ഒരുപാട് ഗുളികൾ തരും. ഈ ഗുളി ഒക്കെപ്പാട് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്കാണ് കുഴപ്പം വരിക. നമുക്ക് എന്ത് അസുഖമാണുള്ളത്? ഇപ്പൊ എന്നൊക്കെ പ്രായം കുറവാ നിങ്ങൾക്ക് രണ്ടാൾക്കും. വല്ല കുഴപ്പമുണ്ട്? എനിക്ക് സത്യേട്ടാ, ഞാനിപ്പോ ഈ ഷുഗറിന്റെ ഇത് വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ കൊളസ്ട്രോളും ഉണ്ട്. അതാ ഞാൻ നോക്കി. ഈ തലയ്ക്കുള്ള പെരുപ്പും പ്രശ്നമൊക്കെ വന്നത് കൊളസ്ട്രോൾ കൂടിയിട്ടാണ്. ഈ തലയ്ക്ക് പെരുപ്പും ഉറക്കം കുറവൊക്കെ അല്ലേ? എനിക്കുണ്ട് കൊളസ്ട്രോളേ. അതെ, കൊളസ്ട്രോൾ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് എന്റെ വീടിന്റെ പിന്നാമ്പുറത്ത് നേരെ പേരമരം നിൽക്കുന്നുണ്ട്. ആ പേരുടെ ഒരു 4 എണ്ണം എടുക്കുക, അപ്പൊ തുള്ളി വെള്ളം തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളം 2-3 നേരം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് ഷുഗർ പോവും. പക്ഷെ വെള്ളം കുടിച്ച് മൂത്രമൊഴിക്കലാണല്ലോ ഈ ഷുഗറിന്റെ അസുഖത്തിന്. പക്ഷെ ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും മൂത്രമൊഴിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, വെള്ളം കുടിച്ച് മൂത്രമൊഴിച്ച് പോണല്ലോ. അതല്ലേ, വെള്ളം കൂടി കുടിക്കുക, മൂത്രം ഇങ്ങനെ പോയിക്കോട്ടെ, എന്താ കുഴപ്പം? പേരുടെ ഇല പൊട്ടിക്കുമ്പോ കുറച്ച് എനിക്ക് കൂടി പൊട്ടിക്കും. അതുപോലെ ഇപ്പൊ എന്താ പറയുക, മറ്റേ കൊളസ്ട്രോൾ ഇല്ലേ? കൊളസ്ട്രോൾ, അതിനൊരു പ്രശ്നമില്ല. അതിന് മറ്റേ ഈ കാന്താരി മുളകില്ലേ, കാന്താരി ചീനിമുളകല്ലേ? ചീനമുളക്. ഇത് ഒരു ലേശം പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് നേരെ ഉപ്പിലിടുക. ആ ഉപ്പിലിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അവിടെ വെച്ചോ. എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിങ്ങനെ എടുക്കുക അത് കഴിക്കുക. ഡോക്ടറെ ഇത് ഗുളികയും കഴിക്കുക, ഇതും കഴിക്കുക. അപ്പൊ ഗുളിക കഴിക്കണ്ട, പിന്നെ എന്തിനാ ഗുളിക കഴിക്കണേ? എന്റെ സത്യേട്ട, ഞാനൊരു കാര്യം പറയാം. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ചെയ്തോണ്ടിരുന്നതാണ്. ഇത് പണ്ടത്തെ ഷുഗറും കൊളസ്ട്രോളും അല്ല, ഇപ്പോഴത്തെ കുറച്ചുകൂടെ ശക്തിയായിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ മരുന്നും ഗുളിയൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഈ വക പരിപാടിക്കേ നിൽക്കാറില്ല. ഭാഗ്യവാൻ. അസുഖം വരാറുണ്ടോ? ഒരു അസുഖമില്ല, പനി പോലും ഒന്നും വന്നില്ല. എന്തിനിപ്പോ നമ്മള് മറ്റേ വാക്സിനൊക്കെ എടുത്തായിരുന്നില്ലേ? എടുത്തില്ലല്ലോ. എന്തിന് എടുത്തില്ല? ഒരു പ്രശ്നമില്ല. വെറുതെ കണ്ട മരുന്നുകൾ നമ്മുടെ മേളിൽ കുത്തി കയറ്റാണ്, ഒരു കാര്യമില്ലാന്ന്. ശരിയാട്ടോ. കാര്യത്തിനാണ് വെറുതെ മരുന്ന് കഴിക്കാൻ നിൽക്കണത്? ഇതൊരു വലിയ ഭാഗ്യാണ് നിങ്ങളെ. പ്രസാദേ, എന്തേ പ്രശ്നമാണോ? കല്ലിന്റെ പ്രശ്നമാണല്ലേ? ശരി. കല്ലിന്റെ പ്രശ്നമാണല്ലേ? എനിക്കുണ്ട് ഈ കല്ലിന്റെ പ്രശ്നം. എന്ത്? മൂത്രത്ത് കല്ലല്ലേ? കോപ്പാണ്. അവിടെ വീടിന്റെ അവിടെ മതിൽ കെട്ടാനായിട്ട് 2 ലോഡ് കല്ലിറക്കാൻ പറഞ്ഞു. അവൻ ഇപ്പൊ സമയത്ത് വിളിച്ചിട്ട് പറയാണ് കല്ല് കിട്ടൂലാന്ന്. എന്ത്? അല്ല, മൂത്രത്ത് കല്ലിന്റെ പറഞ്ഞാലും അതുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കല്ല് ലോഡ് ഇറക്കണ കാര്യം പറഞ്ഞിരുന്നേ. എത്ര ലോഡ് ഇറക്കി? ഇപ്പൊ 1 ലോഡേ കിട്ടിയുള്ളൂ. 1 ലോഡേ കിട്ടിയുള്ളൂ. എന്നാ സൂചന ഏൽപ്പിച്ചാൽ മതി, ബാക്കി ഓപ്പിനെ ഇറക്കിക്കോളൂ. അത് എങ്ങളിങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അസുഖമുള്ളവർക്ക് അതിന്റെ വിഷമം അറിയും. എനിക്ക് മൂത്രം ഇങ്ങനെ ഉറ്റിട്ട് പോകുമ്പോ എന്ത് കടച്ചലറിയാം, മൂത്രത്ത് കല്ലിന്റെ തന്നെയാണേ. സുഖത അതൊക്കെ തോന്നലല്ലെന്ന്. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്. കണ്ട, ഈ എല്ല് തേയ്മാനം ഉള്ളതുകൊണ്ട് ഇവിടെ കഴുത്തിനൊരു വേദനയാണ്, പിന്നെ കണ്ണിന് കണ്ടോ ഒരു മങ്ങലാണ്. അങ്ങനെ അസുഖങ്ങൾ ഉണ്ട്. ഇല്ല പറഞ്ഞങ്ങനെ നമ്മൾ അസുഖം ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അസുഖം വരും. ഏതിലെങ്കിലും പോണ അസുഖം നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ പറഞ്ഞത് രണ്ടാളും പറഞ്ഞു വെച്ചിട്ട് മന്മഥന് യാതൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? സുഖം പക്ഷെ വേണമെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടോ. ഏത് ഡോക്ടറെ? മാനസികത്തിന്റെ ഡോക്ടറെ. കാരണം എന്താ വെച്ചാൽ ഈ വക അസുഖങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് മാനസികം ഉണ്ടാവും. അതന്നെ കണ്ടോ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ. എന്നിട്ട് പോയി കാണിച്ചിട്ട് ഡെയിലി ഉറങ്ങണതിന്റെ രാത്രി ഒരു ഗുളി കഴിക്കണ്ടേ? ഗുളി കഴിക്കണ്ടോ? ഞാൻ ഇറങ്ങട്ടെ. കേട്ടോ, ഗുളി കഴിക്കണ്ടതിനല്ലേ? അല്ല മന്മഥ, ഞാനും വരണ്ട. ഇല്ലല്ലോ, ഒന്നുമില്ല. അതെന്തേ? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമില്ലേ? നിങ്ങൾ ഒരു അസുഖം ഇല്ലാത്ത ആള്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു അസുഖം വന്നിട്ടില്ല? എനിക്ക് ദൈവം വിചാരിച്ചിട്ട് യാതൊരു അസുഖം ഒരു ഡോക്ടറിനും കാണിട്ടില്ല? ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഒരു അസുഖം ഇല്ലാത്ത മനുഷ്യൻ. ഞാൻ കടടക്കായി.
നാണല്ലാത്ത കഴുതകള് അസുഖം പറഞ്ഞ് നടക്കാണ് ഉളുപ്പില്ലാത്തവന്മാർ. അതെ അമ്മേ അയ്യോ എന്താ സത്യേട്ടാ? ഒന്നുമില്ല ഒന്നുമില്ലാന്നൊന്നും പറയണ്ട. വേദനയാണോ വയറിന്? ചെറുതായിട്ട് കുറച്ചുള്ളൂ, പതുക്കെയുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കുമ്പില്ല, കൈ കഴുകാൻ വേണ്ടി തുടങ്ങിയപ്പോ ചെറുതായിട്ടോ, അത് കാര്യമില്ല, കുഴപ്പമില്ല. വല്ല ഡോക്ടറെയും പോയി കാണാൻ നമുക്ക്. ഇത് ഇടയ്ക്കിടയ്ക്ക് വരണുണ്ടല്ലോ. ഇത് ആ പരിപ്പ് കറി വെച്ചിട്ടാണ്. എന്തിനാ പരിപ്പ് കറി വെച്ചത്? വേറെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കൂട്ടാൻ വെക്കാം, എന്നാലും ആ പരിപ്പ് കൊണ്ടുപോയിട്ട്. അല്ല, അപ്പൊ ഇന്നലെ ഇവിടെ പരിപ്പ് കറിയായിരുന്നു. ഇന്നലെ പരിപ്പ് കറിയല്ല. അപ്പൊ വയറിന് വേദന ഉണ്ടായില്ലേ? അത് ചെറുതായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഇന്നും വയറ് വേദന ഉണ്ടല്ലോ. അത് കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ മാറും. ഗ്യാസാണ്. എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് തന്നെ എന്താന്ന് ചോദിക്കണ്ടേ ഡോക്ടറോട്? ഇത് കുറച്ച് കഴിഞ്ഞാൽ മാറില്ലേ? പിന്നെന്താ കടയിൽ പോണ്ട നീ? കടയിൽ പോവാം. പിന്നെന്താ? ഒരു ദിവസം ഒന്ന് കണക്കാക്കി ആ ഡോക്ടറെ പോയി കണ്ട് ഒന്ന് ചോദിച്ചൂടെ? ഒന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. മിണ്ടാണ്ടിരിക്കന്റെ മണ്ടോദരി. ഇതെന്താണ് ഇപ്പൊ പ്രശ്നം? വയറുവേദനയ്ക്കല്ലേ? എനിക്കിപ്പോ അത്ര ഇല്ല. അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല. വയറുവേദന ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ നാളൊരു വയറുവേദന വന്നപ്പോഴും പറഞ്ഞു നീ ആശുപത്രി പോകും. എന്താണ് ആശുപത്രിയിൽ ഒരു അവിടെ പോയിട്ട് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗുളിക കേൾക്കേണ്ടി വരുന്നു. ആ ഗുളിക ഒക്കെ പാടെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അസുഖം വരും. അറിയോ? എന്നിട്ട് നാട്ടുകാർ മുഴുവനെ പറഞ്ഞിട്ടുണ്ടാക്കണം സത്യശീലന് അസുഖമാണ്, സത്യശീലൻ രോഗിയാണ്. എന്റെ സത്യയുടെ മനുഷ്യരായ അസുഖമൊക്കെ ഉണ്ടാകും. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയും ഡോക്ടർമാരൊക്കെ ഇവിടെ ഉള്ളത്. ഒന്ന് പോയി കണ്ടു വെച്ചിട്ട് എന്താന്നേ? ഇപ്പൊ വേദന ഉണ്ട്. എന്റെ മണ്ടോദരി, നീ ഒരു ഇത്തിരി സമാധാനം തരുമോ? ഞാൻ മിണ്ടാതിരുന്നാ മതിയോ? മിണ്ടാതിരുന്നാ മതി. അതന്നെ രോഗിയാക്കാൻ വേണ്ടിട്ടാണ്. എന്ത് രോഗിയാക്കാന്ന് പറയണേ? മനുഷ്യന് അസുഖം വന്നാൽ ആശുപത്രി പോണം, അല്ലാതെ ഇവിടെ അഭിമാനിയായിട്ട് എങ്ങനെ ഇരുന്നാ മതി? ക്യാമ്പിലും മെഡിസിറ്റിയിലും ഇന്ദിരാഗാന്ധിയിലെയും പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും പങ്കെടുക്കേണ്ടതേ. രജിസ്റ്റർ ചെയ്ത് ആദ്യം കാണാം. സത്യേട്ടാ അവിടെ വിളിക്കാം. സത്യേട്ടാ, നമ്മൾ ഈ കൽപ്പന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലേ ജനുവരി 28 ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളില്. മെഡിക്കൽ ക്യാമ്പേ. മെഡിക്കൽ ക്യാമ്പോ? മെഡിക്കൽ ക്യാമ്പ് എനിക്കൊന്നും വേണ്ടല്ലോ. അതല്ല സത്യേട്ടാ, നമ്മുടെ ഈ പരിസരത്തെ ആ വാട്ടർ ടാങ്കിന്റെ പടിഞ്ഞാറ് വശത്തായിട്ട് നമ്മളൊരു സർവേ നടത്തി. അപ്പൊ തന്നെ 8-10 ക്യാൻസർ രോഗികളുണ്ട്. നമ്മളിത് തുടക്കത്തിലേ കണ്ട് ചികിത്സിക്കുകയാണെങ്കിൽ ജീവൻ രക്ഷപ്പെടാം. അത് നിസാരമായിട്ട് കാണുകയും അതിന് താല്പര്യമില്ലാതെയൊക്കെ ഇരുന്നാൽ നമ്മൾ വലിയ ഗുരുതരമായ രോഗത്തിലോട്ട് പോകും. എനിക്ക് ഈ വക അസുഖങ്ങളൊന്നുമില്ല. എന്റെ സത്യമായിട്ട് ആർക്ക് ഉണ്ട് ഇല്ലാന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. ഇതെന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാര് ഒരുപാട് മെഡിക്കൽ വിഭാഗത്തിലെ ആളുകൾ ടെസ്റ്റ് ചെയ്യണവര് കണ്ണിന്റെ, കിഡ്നിയുടെ, ലിവറിന്റെ ഈ ഒരു സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മൾ നാട്ടുകാർ. നമുക്ക് എന്താ സൂക്കേടുന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താലും മനസ്സിലാവും. ഇതിനൊക്കെ എന്റെ സുഹൃത്ത് സത്യവാരൻ ആരോഗ്യ ദൃഢഗാത്രൻ ഓനെ അറ്റാക്ക് ആയിട്ട് 3 ദിവസം മരിച്ചുപോയി. ഒരു ടെസ്റ്റ് നടത്തിയിട്ട് അപ്പൊ ഓനില്ലാത്ത സൂക്കേടൊന്നും ഇല്ല. ഞാൻ ഇപ്പൊ എനിക്ക് ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആ ജാതി ഒന്നും എന്റെ അടുത്തേക്ക് വരില്ല. ഷുഗർ നോക്കിനാ? എന്തിനു ഷുഗർ നോക്കണ? പ്രഷർ നോക്കിനാ? പ്രഷർ നോക്കേണ്ട കാര്യമില്ല, അതില്ലല്ലോ, എല്ലാം നോർമലാ. ഇതൊക്കെ എന്തറിയോ, ഈ ഷുഗർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. അത് വിചാരിക്കാതിരുന്ന മതിയല്ലോ. അല്ല സത്യം അങ്ങനെ പറയാൻ പാടില്ല. ക്ലാസ് ഉണ്ട്, ബോധവൽക്കരണ ക്ലാസ്. നിങ്ങൾക്ക് എന്റെ കഥ അറിയോ? ഷുഗർ, അൾസർ, പ്രഷർ, ക്യാൻസർ ഇറില്ല എല്ലാ സാധനം എനിക്ക് ഉണ്ടായി. ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്നലെ രക്ഷപ്പെട്ടു. അങ്ങനത്തെ ആളാ ഞാൻ. അതെ, ഇതിൽ ഏതൊക്കെ ഡോക്ടർമാരെ സത്യേട്ടൻ ഞങ്ങള് വീട്ടിൽ ചെന്നിട്ടുണ്ടായി. സത്യേട്ടന്റെ അപ്പൊ മണ്ടു വെച്ച് പറഞ്ഞ് എന്തോ ഒരു അസ്വസ്ഥത സത്യേട്ടനുണ്ട്. വയറിന് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് പറഞ്ഞില്ലേ? വയറിന്റെ കംപ്ലൈന്റ് പറഞ്ഞു. ആര് മണ്ടുവോ? ചേച്ചി പറഞ്ഞല്ലോ. അവൾ അങ്ങനെ പറഞ്ഞോ? പിന്നെ അവളെന്താ പറഞ്ഞു? അവള് പറഞ്ഞു എന്തോ വയറിന് അസ്വസ്ഥത ഉണ്ട്, 2-3 ദിവസമായിട്ട് ഒരു കിടക്കമരുന്നില്ല. അപ്പൊ സത്യേട്ടനെ ഉറപ്പായിട്ട് അതിൽ പങ്കെടുപ്പിക്കാം. എന്താ സംഭവം എന്ന് പറയാൻ ഇടയ്ക്ക് ഈ പരിപ്പ് കൂട്ടാൻ എന്തെങ്കിലും കൂട്ടുന്ന സമയത്ത് ചെറിയൊരു ഗ്യാസ് വരും. അതെല്ലാവർക്കും വരില്ലേ? പണക്കം വന്നിട്ടില്ലേ? അതെല്ലാവർക്കും വന്നിട്ടില്ലേ? അത് അത്രയുള്ളത്. അതല്ലെന്ന് അതെന്താണെന്ന് നോക്കണേന് കുഴപ്പമില്ലല്ലോ. എന്തിനു എനിക്കറിയാലോ, പരിപ്പാണ് പരിപ്പ്. നമ്മൾ ഈ ഗ്യാസാണ് പ്രഷറാണെന്ന് പറഞ്ഞിരിക്കും. ഈ ഗൗരവമുള്ള
അസുഖങ്ങളൊക്കെ അറിയാൻ പറ്റില്ലാന്നേ. വെറുതെ അകാലത്തിൽ വിട പറയണ്ടല്ലോ, അതുകൊണ്ടാണ്. പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വന്നൂടെ. അപ്പൊ ദൈവം സഹായിച്ചിട്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പൊ സമയമുണ്ട് അവിടെ ഒന്ന് പങ്കെടുക്കണം. അറിയാവുന്നവരോടൊക്കെ പറഞ്ഞേക്കാം കേട്ടാ. പിന്നെ എന്തെങ്കിലും ഒരു ഡൊണേഷൻ സാധാരണ ആളുകൾക്ക് ഉള്ളവര് ചികിത്സിച്ചോട്ടെ, ഇല്ലാത്തവർക്ക് വേണ്ട. വേറെ ആരെങ്കിലും കൊടുത്തോ? ഞാൻ പോട്ടെ. ശരി എന്നാ അപ്പൊ പങ്കെടുക്കണേ. ഭക്ഷണം കഴിക്കാൻ പോണേ. പോയിക്കോ പോയിക്കോ. അപ്പൊ നിങ്ങള് ഭക്ഷണം കഴിച്ചോ? ഞങ്ങള് കഴിച്ച്. പരിപ്പാണോ വീട്ടില്? നമ്മളില്ല. ശരിയെന്നാ കേട്ടാ. എന്ത് മനുഷ്യനാണ് ഒരു സൈഡ് വലി വേണ്ടട്ടാ കണ്ട തിരുമ്മിക്കൊണ്ട് പോണം.